ഈ ഭാഗത്താണെങ്കിൽ പുലി ഇറങ്ങിയിരിക്കുന്ന സമയാ. എന്തൊരു കഷ്ടമാ. അപകടമാണെന്ന് അറിഞ്ഞിട്ടും അവരകത്തേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് അത്രയും വലിയ പ്രശ്നം എന്തെങ്കിലും ഉണ്ടാവും. നമുക്കൊന്ന് പിറകിലേക്ക് പോയി നോക്കിയാലോ? ഓ, അത് വേണ്ട പണിക്കരെ. ഇനിയിപ്പോ തിരിച്ചു പോയാ പിന്നെ മാരിയമ്മന്റെ പൂജയ്ക്ക് വരാൻ പറ്റില്ല. ആ പെങ്കൊച്ചിനെ രക്ഷിക്കാനായിട്ട് ഞങ്ങളുടെ ഓഫീസർ സ്പെഷ്യൽ ഫോഴ്സിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പണിക്കര് സമാധാനമായിട്ടിരിക്കും. മാരിയമ്മൻ എല്ലാം നോക്കിക്കോളും. അങ്ങനെ സമാധാനിച്ചുകൊണ്ട് നമുക്കിപ്പം മുന്നോട്ട് തന്നെ പോവാം. എന്തു വന്നാലും പൂജ മുടക്കണ്ട പണിക്കരെ. എന്റെ മാരിമുത്തമ്മേ, നിന്റെ അടുത്തേക്ക് വരുന്ന പെൺകുട്ടിയെ രക്ഷിച്ചേക്കണേ. ഒരാപത്തും കൂടാതെ നിന്റെ സന്നിധിയിലേക്ക് എത്തിച്ചേക്കണേ. ഇനി പോയാലോ? മോം, ദേ അവിടെ ചെക്ക് പോസ്റ്റ്. നടക്ക്. എന്താ, നിങ്ങൾക്ക് ഭാർഗവ പണിക്കരെ കാണണമായിരിക്കും അല്ലേ? നിങ്ങളുടെയൊക്കെ പ്രശ്നം എന്താ? അയാള് നാട്ടിലുണ്ടായിരുന്നപ്പോ കാണാൻ പൊക്കൂടായിരുന്നോ? ഇപ്പൊ കാട്ടിലോട്ട് കയറിയതും ആളാം വീതം പുറകെ വന്നോളൂ. എല്ലാവർക്കും ഇപ്പോഴാണോ ഇരിക്കപ്പുറത്തി ഇല്ലാണ്ടായത്? എല്ലാരും എന്ന് വെച്ചാ വേറെ ആരാ ഉള്ളത്? ദാ ഇപ്പോഴാ ഒരു പെൺകൊച്ച് കാട് ഇടന്നു പോയത്. പണിക്കരെ കണ്ടേ പറ്റൂന്ന് പറഞ്ഞ് പുലിസ് സഞ്ചാരം ഉണ്ടെന്ന് അറിഞ്ഞിട്ടോ കേൾക്കാണ്ട് ഞങ്ങളുടെ കണ്ണ് വെട്ടിച്ചു പോയിരിക്ക. അവർക്കിനി എന്ത് സംഭവിക്കോ ആവോ? പുലി കൊണ്ടുപോവാതിരുന്നാ മതി. ഇവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ടെന്നുള്ളതോ പോലീസ് ഉണ്ടെന്നുള്ളതോ ഒന്നും ഒരു കാര്യമാക്കിയില്ല. ചില സമയത്ത് മനുഷ്യരുടെ നിസ്സഹായതയാ സാർ മുമ്പിലുള്ള അപകടത്തെ പോലും അവഗണിക്കാൻ ശ്രമിക്കുന്നത്. അത്രമാത്രം വിഷമവും ഭയവും ഒക്കെ അവരുടെ മനസ്സിൽ കാണും സാർ. ആ സമയം മുമ്പിൽ കാണുന്ന അപകടങ്ങൾ തന്നെ ചിലപ്പോൾ വിഴുങ്ങിക്കളയുന്നുള്ള സത്യം പോലും അവരപ്പം മറക്കും. പക്ഷെ അകത്തേക്ക് പോയ സ്ത്രീക്കെല്ലാം പറ്റിയാൽ ഞങ്ങളുടെ ജോലിക്ക് അപകടം. സ്പെഷ്യൽ ഫോഴ്സ് ഇതുവരെ എത്തിയിട്ടില്ല. ആ പെണ്ണിനെ കുറിച്ചും യാതൊരു വിവരവും ഇല്ല. പണിക്കരുടെ കൂടെ പോയിരിക്കുന്ന നമ്മുടെ സ്റ്റാഫ് റെസ്പോണ്ട് ചെയ്യുന്നുമില്ല. എന്റെ ബലമായ സംശയം ആ പെണ്ണിനെ ഇപ്പോ പുലി വല്ലതും ചെയ്തു കാണുമെന്നാണ്. സ്പെഷ്യൽ ഫോഴ്സ് വരാൻ ലേറ്റ് ആയ നമ്മുടെ ജോലി തെറിക്കും സാറേ. അതിനിപ്പോ ഞാൻ എന്താണോ ചെയ്യണ്ടേ? വിവരമില്ലാത്ത ആ സ്ത്രീ നമ്മുടെ കണ്ണു വെടിച്ചില്ല അകത്തോട്ട് പോയത്. ഇനി അവരുടെ ശവമെങ്കിലും കിട്ടിയ വലിയ കാര്യം. അങ്ങനെയൊന്നും പറയല്ലേ സാറേ, ഒരു ജീവൻ നഷ്ടപ്പെടുന്ന കാര്യമല്ലേ. ഞങ്ങൾ പിന്നെ എന്ത് ചെയ്യാനാ? നിങ്ങൾക്ക് അവരെ രക്ഷിക്കാൻ പറ്റുമോ? എന്നാ വാ, നമുക്ക് ചെന്ന് രക്ഷിക്കാൻ ശ്രമിക്കാം. ഞാൻ വരാം സാർ. സാറിന് പ്രശ്നമില്ലെങ്കിൽ ആ പെൺകുട്ടിയെ രക്ഷിക്കാനായിട്ട് ഞാനും കൂടെ സാറിൻ്റെ കൂടെ വരാം. അതെ, നമ്മൾ പോകുന്നത് കല്യാണ സദ്യ കഴിക്കാനൊന്നും അല്ല. പുലി പിടിച്ച് നമ്മളെ സദ്യയാക്കുവേ. ആ പെണ്ണിന്റെ കാര്യത്തിൽ യാതൊരു ഗ്യാരണ്ടിയും ഇല്ല. ഇനിയിപ്പോ നമ്മുടെ ജീവനും കൂടി കളയണം. സാർ, നമ്മളിവിടെ മടിച്ചു നിൽക്കുന്തോറും ഒരു ജീവൻ അപകടത്തിലാവുക. ധൈര്യത്തോടെ മുന്നോട്ട് പോയാൽ അവർ ചിലപ്പോൾ രക്ഷപ്പെടുകയാണെങ്കിലോ? ഉത്തരവാദിത്തമുള്ളൊരു ഓഫീസർ എന്ന നിലയ്ക്ക് സാറ് തന്നെ വേഗം ആലോചിച്ച് തീരുമാനിക്കേ. സാർ, നമ്മൾ താമസിക്കുന്നത് തെറ്റാണ്. വൈകുന്തോറും അത് കൂടുതൽ അപകട. ഞാനും സാറിൻ്റെ കൂടെ വരാം. മിഥുൻ, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഏതൊരു സ്ത്രീക്ക് വേണ്ടി നീ നിന്റെ ജീവൻ പണയം വെക്കാൻ പോവാ? വാട്ട് ഇസ് ദിസ് മോം? ഇപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളെക്കുറിച്ചൊന്നും അല്ല മോം, ഒരു ജീവനെ പറ്റിയാ. ആ ജീവൻ നഷ്ടപ്പെടുന്നതിന് മുമ്പ് രക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാ മോം. അവരെ അങ്ങനെ പുലിക്ക് വിട്ടുകൊടുക്കണമെന്നാണ് മോം പറയുന്നത്. അതല്ല ഞാൻ പറഞ്ഞത്.
അല്ലെങ്കിൽ തന്നെ നിനക്കിപ്പോ പ്ലീസ് മോം, നമ്മൾ പണിക്കരെ കാണാൻ ഇവിടം വരെ വന്നത് തന്നെ ഒരുപക്ഷെ ഈ പെൺകുട്ടിയെ രക്ഷിക്കാനുള്ള ഒരു നിയോഗം ആയിക്കൊടുന്നുണ്ടോ? ഞാൻ എന്തായാലും ഇതൊരു ദൈവകൽപ്പനയായി കണ്ടുകൊണ്ട് മുൻപോട്ട് തന്നെ പോകാൻ തീരുമാനിച്ചിരിക്കുക. സാർ, നമുക്ക് എത്രയും വേഗം പോവാം. സാറേ, ഇത് റിസ്ക് ആണ് സാറേ. റിസ്ക് മാത്രമല്ലല്ലോ, നമ്മുടെ കടമയും കൂടിയല്ലേ. താനെന്തായാലും ഇവിടെ തന്നെ നിൽക്ക്. ഞാൻ ഇയാളെയും കുട്ടി ഒന്നിച്ചത് നോക്കിയിട്ട് വരാം. ശരി സാറേ. ഇറ്റ്സ് ഓക്കെ മോം, ഞാൻ സൂക്ഷിച്ചോളാം. ഞാൻ പോയിട്ട് വരാം മോം. മോനെ, നമ്മൾ ഭഗവതിയുടെ സന്നിധിയിൽ എത്തിയെന്നും പേടിക്കേണ്ട കാര്യമൊന്നുമില്ലെന്നും ഓഫീസറെ വിളിച്ചൊന്ന് അറിയിച്ചേക്ക്. ആയിക്കോട്ടെ പണിക്കരെ. പിന്നെ എന്നെ അന്വേഷിച്ച് വന്ന് കാട്ടിലെവിടെയോ കുടുങ്ങിയ ആ പെണ്ണിനെ ഒന്ന് അന്വേഷിക്കാൻ പറ. ശരി പണിക്കരെ. ഹലോ 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 ഹലോ, ഞാൻ ശ്രീധറാ സംസാരിക്കുന്നത്. ഞങ്ങൾ പണിക്കരെയും കൂട്ടിക്കൊണ്ട് ഭഗവതിയുടെ സന്നിധിയിൽ എത്തിക്കഴിഞ്ഞു. ഓക്കെ, ആ പെണ്ണും അങ്ങോട്ടേക്ക് തന്നെയായിരിക്കും വരിക. വന്നാ അവരെ അവിടെ പിടിച്ചു നിർത്ത്. ഓവർ. ഓക്കെ, ഓവർ. സാർ, അത് പിന്നെ എനിക്ക് പണിക്കരോടൊന്ന് സംസാരിക്കാൻ പറ്റുമോ? ഹലോ ഹലോ ശ്രീധർ, താൻ ആ വാക്കി ടോക്കി പണിക്കരുടെ കയ്യിലേക്ക് ഒന്ന് കൊടുക്കോ? കൊടുക്കാം സാർ. ഹലോ ഹലോ ഭാർഗവ പണിക്കരെ, ഞാൻ അരുണിമ മാലിന്യ സംസാരിക്കുന്നത്. അരുണിമേ, നീയായിരുന്നോ? എവിടെയാണ്? ഞാനും മിഥുനും അങ്ങയൊന്ന് നേരിട്ട് കാണാൻ വേണ്ടി വന്നതാ. ഞങ്ങളിവിടെ ചെക്ക് പോസ്റ്റിൽ തന്നെ തടഞ്ഞു വെച്ചു. എന്നെ കാണാൻ വന്നാണെന്നോ? എന്തിനാണ് അരുണിമേ? അങ്ങയോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടായിരുന്നു. ഞങ്ങൾ എത്തുന്നതിന് മുമ്പ് അങ്ങ് കാട്ടിലേക്ക് കയറിപ്പോയി. അതിരിക്കട്ടെ, മിഥുൻ എവിടെയാ? പണിക്കരെ കാണാൻ വേണ്ടി ഒരു പെണ്ണ് കാട്ടിലേക്ക് കയറിപ്പോയത്രേ. ആ പെണ്ണിനെ രക്ഷിക്കാൻ വേണ്ടി മിഥുനും ഇവിടുത്തെ ഓഫീസറും കൂടി കാട്ടിലേക്ക് പോയിരിക്കുക. നീ എന്താ ഈ പറയുന്ന അരുണിമേ? മിഥുനെ എന്തിനാ കാട്ടിലേക്ക് പറഞ്ഞയച്ചത്? മിഥുന് ചുറ്റും ആപത്ത് ചൂഴ്ന്നിരിക്കുകയാണെന്ന് പറഞ്ഞില്ലേ? എപ്പോഴും കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കിക്കൊള്ളൂന്നും പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞാലൊന്നും അവൻ കേക്കില്ലെന്നറിയാലോ. ആ പെണ്ണിന്റെ ജീവൻ രക്ഷിക്കണമെന്ന് പറഞ്ഞ കേൾക്കാതെ അവൻ കാടിനകത്തേക്ക് പോയത്. തെറ്റ് ചെയ്തിരിക്കുന്നു അരുണിമേ, വളരെ വലിയ തെറ്റാണ് ചെയ്തത്. മൃത്യുവിന്റെ കരങ്ങളിലേക്ക് മിഥുനെ നീ തന്നെ എറിഞ്ഞു കൊടുത്തിരിക്കുന്നു. ആപത്തിന്റെ വലയിൽ കുരുങ്ങാൻ നീ തന്നെ കാരണമായിരിക്കുകയാണ്. മിഥുൻ അതിഭയങ്കരമായ ഖണ്ഡത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു? സാർ, നമ്മൾ രണ്ടുപേരും ഒന്നിച്ചു പോയാൽ ആ പെണ്ണെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. സാർ ഒരു വഴിക്കും ഞാൻ മറ്റൊരു വഴിക്കും പോയാലേ അവരെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. അതല്ല, നിങ്ങൾ തനിച്ച്. ഇനി ആലോചിച്ച് തീരുമാനിക്കാനൊന്നും സമയമില്ല. വരുന്നത് നമുക്ക് വരുന്നിടത്ത് വെച്ചങ്ങ് കാണാം. ആ പെൺകുട്ടിയെ രക്ഷിക്കണം, അത് മാത്രം ഇപ്പൊ നമ്മുടെ ലക്ഷ്യം. സാർ ആ വഴിക്ക് പോകൂ, ഞാൻ ഇങ്ങോട്ട് പോവാം. ശരി മിഥുൻ, എൻ്റെ അടുത്ത് തോക്കുണ്ട്. നിങ്ങളുടെ കയ്യിൽ അതുപോലും ഇല്ലല്ലോ, ഒന്ന് സൂക്ഷിച്ചോണം. ആ ശരി സാർ. ശരി, എന്നായിക്കോട്ടെ. ഏത് നേരവും അപകടം അവനെ കവർന്നെടുക്കുമെന്ന് ഞാൻ പറഞ്ഞതല്ലേ? മിഥുനെ മൃത്യുവിന്റെ വായിലേക്ക് നീ തന്നെ കൈപിടിച്ചു കൊടുത്തിരിക്കുകയാണ്. ഹലോ 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 ഹലോ
ഹലോ, ഇതിനെന്താ പറ്റിയ? ഹലോ, ഞാൻ എത്ര വലിയ വെഡിത്ത കാണിച്ചത്. ഇതിന് ആപത്തുണ്ടാവും അറിഞ്ഞിട്ടും ഞാൻ അവനെ കാട്ടിലേക്ക് പറഞ്ഞയച്ചില്ലേ. എന്റെ ഭഗവതി, എന്റെ മോനൊന്നും പറ്റരുത്. അവനെ നീ വേണം കാക്കാൻ. ഇല്ല, എനിക്ക് അവനെ രക്ഷിക്കണം. ഹലോ, ഹലോ മേഡം, നിക്ക് മേഡം. ഹലോ മേഡം, പ്ലീസ് നിക്ക് മേഡം. മേഡം അങ്ങോട്ടേക്ക് പോവണ്ട, ഇങ്ങോട്ടേക്ക് വാ മേഡം. മിഥുൻ, മേഡം പ്ലീസ്. ഹലോ സാർ, റെസ്പോൺസ് സാർ. ഹലോ ഹലോ, യെസ് ടെൽ മീ. സാർ, ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്ന മേഡം കാട്ടിലേക്ക് കയറി സാർ. വാട്ട്? നീ അവിടെ എന്ത് മലമറിക്കുകയായിരുന്നടാ? എല്ലാം അറിയാമായിരുന്നിട്ടും എന്തിനാ അവരകത്തോട്ട് വിട്ടത്? ഇപ്പൊ തന്നെ ഒരു പെണ്ണിന്റെ കഥ എന്താണെന്ന് അറിയില്ല, അതിന് പുറകെ ഒരാളെ കൂടി ഇങ്ങോട്ട് പറഞ്ഞയച്ചാ? എന്നോട് ക്ഷമിക്കണം സാർ, ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. എന്റെ കണ്ണ് വെട്ടിച്ച അവർ അകത്തോട്ട് കടന്ന് വിളിച്ചിട്ട് നിന്നില്ല. എന്തൊരു കഷ്ടകാലാണാവോ. എല്ലാം ആകെ ഒരു കൈവിട്ട കളിയായിരിക്കണല്ലോ. ഏതെങ്കിലും ഒരു ജീവൻ എന്തായാലും പുലി കൊണ്ടുപോയിരിക്കും. മിഥുൻ, 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 മിഥുൻ. അവിടുന്ന് പുക വരുന്നുണ്ടെങ്കിൽ അവിടെ ആരും ഉണ്ടെന്നല്ലേ? ഒരു പക്ഷെ ഭാർഗവ പണിക്കര് തന്നെയാവണം. ഓം ശാന്തി 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 ശാന്തി. അമ്മേ മാരിമുത്തമ്മേ, എന്നെ അന്വേഷിച്ച് വന്നിരിക്കുന്ന പെൺകുട്ടിക്ക് യാതൊരാപത്തും കൂടാതെ കാത്തോളണേ അമ്മേ. അതുപോലെ ജാതകദോഷത്തിൽ അകപ്പെട്ട് കിടക്കുന്ന മിഥുനെ നീ തന്നെ വേണം കാക്കാൻ ഭഗവതി. ഗുരുക്കളെ, അങ്ങയെ തേടി കാട്ടിലേക്ക് വന്ന പെണ്ണ് ദേ ആ പെൺകുട്ടിയാണെന്ന് തോന്നുന്നല്ലോ. മോളെ, നീയായിരുന്നു?
നീ ജീവനോടെ ഉണ്ടായിരുന്നു. ഞാൻ മരിച്ചിട്ടില്ല പണിക്കരങ്ങുന്നേ. നീ മരിച്ചുപോയെന്നാണ് എല്ലാവരും വിശ്വസിച്ചിരുന്നത്. പക്ഷെ ഞാൻ വിശ്വസിച്ചിട്ടില്ല. ഇന്നെന്റെ വിശ്വാസം സത്യമായിരിക്കുക. അമ്മേ ഭഗവതി, കോടാനുകോടി നന്ദി. നീയാ ഇവളെ രക്ഷിച്ചത്. മേഘന മോളെ, ഇത്രയും നാള് നീ എവിടെയായിരുന്നു മോളെ? എന്താ നിനക്ക് പറ്റിയത്? 5 വർഷത്തിന് മുൻപ് ആതിരപ്പള്ളിക്ക് അടുത്ത് വെച്ചൊരു ബസ് മറിഞ്ഞില്ലായിരുന്നോ? അതെ. നീ ഗർഭിണിയാണെന്നാണ് വൈദ്യര് പറയുന്നത്. ഇപ്പൊ എവിടെന്ന് വെച്ചാ ഇനി പോവുക? നിനക്ക് ഇഷ്ടമുള്ളിടത്തോളം ഇവിടെ തന്നെ നിന്നോ. അർജുൻ, അപകടത്തിൽപ്പെട്ട നിന്നെ ജീവനോടെ എനിക്ക് തിരികെ നൽകിയത് ഈ പെൺകുട്ടിയാണ് മോനെ. എൻ്റെ ജീവിതം കാത്ത് നിന്നെ അനാഥയായി ഞാൻ എങ്ങോട്ടും പറഞ്ഞയക്കില്ല. നിനക്ക് ആരും ഇല്ലല്ലോ മോളെ. അപ്പം ഞങ്ങളുടെ കൂടെ കഴിഞ്ഞൂടെ? ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗമായിട്ട്. കാലം എത്ര വിചിത്രമായതാണ് മേഘനെ. അതാരെ ഏത് നേരത്തെ എങ്ങനെ പരീക്ഷിക്കുമെന്ന് ആർക്കും പറയാൻ കഴിയില്ല. നടക്കുന്ന ഓരോ സംഭവത്തിന്റെയും പുറകിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിരിക്കും. ഞാനിപ്പോ ഇങ്ങോട്ട് വന്നതിനും ഒരു വലിയ കാരണമുണ്ട് പണിക്കരെ. കാരണം എന്തും ആകട്ടെ മോളെ, പക്ഷെ നിന്നെ കാണാൻ കഴിഞ്ഞല്ലോ, അത് തന്നെ എനിക്ക് സന്തോഷം. ഓരോ വർഷവും അപകടങ്ങളെ പോലും പേടിക്കാതെ മാരിയമ്മനെ പൂജിക്കാൻ ഇവിടെ എത്തുന്നത് നിനക്ക് വേണ്ടി കൂടിയായിരുന്നു. ഭഗവതി കണ്ണു തുറന്നിരിക്കുകയാണ് മോളെ. അതുകൊണ്ടല്ലേ നീ പുനർജനിച്ചതും ഇങ്ങനെ തിരികെ എത്തിയതും. പക്ഷെ പണിക്കരങ്ങുന്നേ, ഞാൻ തിരിച്ചെത്തിയിട്ടും. മോളെ മേഘനെ, ഇത്രയും കാലം നിനക്കുണ്ടായ കഷ്ടപ്പാടുകളും നീ നേരിട്ട പ്രശ്നങ്ങളുമെല്ലാം ഇന്നത്തോടെ ശാശ്വതമായി നിന്നിൽ നിന്ന് അകന്നു പോകും. പണിക്കരങ്ങുന്ന് പറയുന്നത് എനിക്ക് മനസ്സിലായില്ല. സത്യമാണ് മോളെ. ഇനി നീ ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിയേണ്ട ആവശ്യമില്ല. നിന്റെ ഇത്രയും കാലത്തെ അജ്ഞാതവാസത്തിന് അന്ത്യമുണ്ടായിരിക്കുക. നീ എത്തിയെന്നുള്ള വിവരം മിഥുനി മരണിമെ ഉടനെ അറിയിക്കണം. നീ ജീവനോടെ ഉണ്ടെന്നറിഞ്ഞാൽ അവരെത്രമാത്രം സന്തോഷിക്കുമെന്നറിയോ? അയ്യോ, അതൊന്നും വേണ്ട പണിക്കരങ്ങുന്നേ. എന്റെ അജ്ഞാതവാസം ഇതുപോലെ തുടർന്നോട്ടെ. എന്റെ കഥകളൊന്നും ആരും അറിയാൻ പാടില്ല. അതെന്തുകൊണ്ടാ മോളെ? എന്നെ കുറിച്ചുള്ള സത്യങ്ങൾ പുറത്തു വന്ന ഞാൻ ഇതുവരെ ചെയ്ത ത്യാഗങ്ങളെല്ലാം വെറുതെ ആവും. ഇത്രയും നാളത്തെ കഷ്ടപ്പാടിന്റെ ഫലവും ഇല്ലാതെയാവും. മഞ്ജരിയുടെ കുതന്ത്രങ്ങൾക്ക് മുന്നിൽ നന്ദൻ വംശം തന്നെ നശിച്ചു പോവും. നീ പറയുന്നതിലും കാര്യമുണ്ട് മേഘനെ. മഞ്ജരിയുടെ ക്രൂരത ഞാനും അനുഭവിച്ചതാ. അവളൊരാളെ വെറുത്ത അവരുടെ അന്ത്യം കണ്ടിട്ടേ അടങ്ങൂ. അവൾ ആരെയും ജീവിക്കാൻ അനുവദിക്കില്ല. അതുകൊണ്ടാ പണിക്കരങ്ങുന്നേ, ഞാൻ ജീവനോടെ ഉണ്ടെന്നുള്ള കാര്യം രഹസ്യമായി തന്നെ ഇരുന്നാ മതി. അങ്ങേക്കറിയാലോ, നന്ദൻ കുടുംബത്തിന്റെ നന്മയാണ് എന്റെ ജീവിത ലക്ഷ്യം. നീ ആ കുടുംബത്തിന്റെ നന്മയെ ആഗ്രഹിച്ച ത്യാഗം ചെയ്തതെന്ന് എനിക്കറിയാം മോളെ. പക്ഷേ മിഥുന്റെ ജീവിതത്തിൽ വീണ്ടും ഖണ്ഡങ്ങൾ ആവരണം ചെയ്തിരിക്കുകയാണ്. എപ്പോ ഏത് ആപത്ത് അടുത്തുകൂടുകയെന്ന് പ്രവചിക്കാൻ പോലും കഴിയില്ല. പണിക്കരങ്ങുന്ന എന്തേ പറയുന്നേ? എന്നെ കാണാൻ വന്ന മിഥുനും മരണമേയും ഇപ്പൊ നിന്നെ തെരഞ്ഞ കാട്ടിൽ അലഞ്ഞു നടക്കുക. സ്വന്തം ഭാര്യയാണ് തിരയുന്നതെന്ന് മിഥുനും അറിയില്ല. മരുമകളെ കാണാനാ വരുന്നതെന്ന് അരുണിമയും അറിഞ്ഞിട്ടില്ല. മിഥുനേട്ടന് ആപത്താണെന്നോ? അതേ മേഘനെ, അപകടങ്ങളുടെ കാർമേഘം മിഥുന്റെ തലയ്ക്ക് ചുറ്റും കൂടിയിരിക്കുക. മൃത്യുദേവന്റെ ശംഖുലി അവന്റെ ചുറ്റും മുഴങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നീയത് കേട്ടോ മേഘനെ? നീ ആ കേട്ട ശബ്ദം പുലിയുടേതല്ല,
മിഥുനെ വിഴുങ്ങാൻ തയ്യാറായിരിക്കുന്ന മൃത്യുദേവന്റെ ഗർജനമാണത്.